സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ. താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ. അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ. അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴികാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ. അടിയങ്ങൾ ഇതാ ശ്രവിക്കുന്നു. 65-ാം സങ്കീർത്തനം. സമൃദ്ധി ചൊരിയുന്ന ദൈവം. ദൈവമേ, സിയോനിൽ വസിക്കുന്ന അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ചകൾ ഞങ്ങൾ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ, മർത്യരെല്ലാം പാപഭാരവുമായി അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അകൃത്യങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. അവിടുന്ന് സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും ജനതകളുടെ കലഹവും ശമിപ്പിക്കുന്നു. ഭൂമിയുടെ വിദൂരമായ അതിരുകളിൽ വസിക്കുന്നവരും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ഭയപ്പെടുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു. അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു. അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. അവിടുന്ന് അതിൻ്റെ ഉഴവ് ചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷമണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവ ആർത്തു പാടുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നമുക്കിന്ന് 65-ാം സങ്കീർത്തനത്തെക്കുറിച്ച് ധ്യാനിക്കാം. ദൈവത്തിൻ്റെ സ്തുതിക്കായി സിയോനിൽ കാത്തിരിക്കുന്നു എന്നും നമ്മുടെ ദൈവം. നേർച്ചകൾ അവിടത്തേക്ക് അർപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തകൻ ഈ മനോഹരമായ ഗീതം ആരംഭിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് സകല മനുഷ്യരും കടന്നു വരുമെന്ന് സങ്കീർത്തകൻ പ്രഘോഷിക്കുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നമ്മെ കീഴടക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കുമെന്ന് സങ്കീർത്തകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നന്മ കൊണ്ട് തൃപ്തരാകാൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരെയാണ് സങ്കീർത്തകൻ അനുഗ്രഹീതരായി കാണുന്നത്. ഈ ഭാഗ്യവും ആശ്വാസവും നൽകുന്നത് പ്രപഞ്ചത്തെ ഭരിക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ദൈവമാണ്, നമ്മുടെ പിതാവായ ദൈവം. സഹോദരി സഹോദരന്മാരെ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. എന്നാൽ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുന്നില്ല. നാം അവിടുത്തെ കൈപിടി വിട്ട് നമ്മുടെ സ്വന്തം വികാരങ്ങൾക്കും വേദനകൾക്കും ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മുൻഗണന നൽകുമ്പോൾ എങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും അവിടുത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കുക? കർത്താവിനെ സ്നേഹിക്കാതെ വെറും പുറം പൂച്ചായി തലമുറകളായി അനുഷ്ഠിക്കുന്ന ചടങ്ങുകളുടെ അന്ധമായ ബാഹ്യ ആചരണം മാത്രമാണ് എൻ്റെ വ്യക്തിപരമായ ബലിയർപ്പണങ്ങൾ എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ട് ഒത്തിരി നാളൊന്നുമായിട്ടില്ല. ആ നല്ല ദൈവത്തെ രുചിച്ചറിഞ്ഞതിൻ്റെ സന്തോഷം എനിക്ക് ശ്രോതാക്കളായ നിങ്ങളോടും ഞാൻ കണ്ടുമുട്ടുന്നവരോടും പങ്കുവയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ സ്വാർത്ഥനാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് തിരിച്ചറിയാം, തിരുത്താം. ഇന്ന് തന്നെ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാം. തുടർന്ന് രക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ ശക്തിയും പ്രകൃതിക്ക് മേലുള്ള അധികാരവും സങ്കീർത്തകൻ ഈ ഭാഗത്ത് വർണ്ണിക്കുന്നു. തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുകയും കടലിരമ്പലുകളും തിരമാലകളുടെ ഇരമ്പലും ശാന്തമാക്കുകയും ജനതകളുടെ കലഹം അടക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് സങ്കീർത്തകൻ ഇവിടെ കാണിച്ചു തരുന്നത്. പ്രഭാതത്തെയും പ്രദോഷത്തെയും സന്തോഷിപ്പിക്കുന്ന അവിടുത്തെ പ്രവൃത്തികൾ ഭൂമിയുടെ അറ്റം വരെയും താമസിക്കുന്നവരെ ഭയവിഹ്വലരാക്കുന്നു. ഈ ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവജനമേ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും കലഹങ്ങളെയും കോലാഹലങ്ങളെയും അസ്വസ്ഥതകളെയും ഒക്കെ ശാന്തമാക്കുന്നത്. ഭയത്തിന് പകരം അവിടുത്തെ സൃഷ്ടികളിൽ സന്തോഷിക്കാൻ കഴിയണം. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ, സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത് അവിടുത്തെ സാക്ഷികൾ ആകുവാൻ മാത്രം വേണ്ടിയല്ലേ? ഈ പോഡ്കാസ്റ്റ് കേൾക്കുവാൻ സാധിക്കാത്ത എത്രയോ പേരുണ്ട്. നാം കണ്ണുകൊണ്ട് കൺകുളിർക്കുന്ന കാഴ്ചകൾ, ദൈവപിതാവിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണുവാൻ ഇന്ന് എത്ര പേർക്ക് സാധിക്കുന്നില്ല? നാം ശ്വസിക്കുന്ന ശുദ്ധമായി ശ്വസിക്കാൻ സാധിക്കാതെ യുദ്ധഭൂമിയിൽ കഴിയുന്നവരും മരിച്ചു വീഴുന്നവരുമായി എത്രയോ പേർ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ദിവസവും ഇന്നലത്തേതുപോലെ നമ്മുടെ പിതാവായ ദൈവം നമുക്ക് ഭക്ഷണം, വെള്ളം ഒക്കെ തന്ന് നമ്മെ പരിപാലിച്ചില്ലേ? എന്താണ് വിശേഷം, സുഖമാണോ എന്ന് ഒരു ബന്ധുവോ അയൽക്കാരനോ കൂട്ടുകാരനോ സഹോദരനോ പള്ളിയിലുള്ള ആരെങ്കിലും ഒക്കെ ചോദിച്ചതിലൂടെ, മകനെ മകളെ നിനക്ക് സുഖമല്ലേ എന്ന് സ്നേഹമുള്ള നമ്മുടെ പിതാവ് അവരിലൂടെ ചോദിച്ചില്ലേ? തിരിച്ചറിയുന്നുണ്ടോ നാം? എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്നത്, ഇതിനു മുമ്പ് നൽകിയിട്ടുള്ളത്, ഇനിയും നൽകാനിരിക്കുന്നത്. ഇതിനെല്ലാം നാം ദൈവത്തിന് നന്ദി പറയുന്നില്ലെങ്കിൽ അത് എത്രമാത്രം നമ്മുടെ സൃഷ്ടാവിനെ വേദനിപ്പിക്കുന്നു. വേദനിപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും നമ്മെ സ്നേഹത്തോടെ പരിപാലിക്കുന്നില്ലേ സഹോദരങ്ങളെ നമ്മുടെ അപ്പൻ? നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, ഹല്ലേലൂയ പാടിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനയും നന്മയും പ്രകൃതിയിലൂടെ തുടർന്നു ഉള്ള വാക്യങ്ങളിൽ സങ്കീർത്തകൻ വിവരിക്കുന്നു. അവിടുന്ന് ഭൂമി സന്ദർശിച്ച് ഭൂമിയെ സമൃദ്ധമാക്കുന്നു. അവിടുത്തെ നദി നിറഞ്ഞൊഴി നിലങ്ങൾക്ക് ഫലഭൂയിഷ്ഠത നൽകുന്നു. ഉഴവ് ചാലുകളിൽ മഴ നനച്ച് വിത്തുകൾക്ക് അനുഗ്രഹം നൽകി അവിടുന്ന് സമൃദ്ധി ചൊരിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആടുങ്ങളെ കൊണ്ടും താഴ്വരകൾ ധാന്യങ്ങൾ കൊണ്ടും നിറച്ച് നമ്മൾക്ക് സന്തോഷം നൽകുന്നു. ഈ സമൃദ്ധി ദൈവത്തിൻ്റെ നന്മയുടെ കിരീടമാണെന്ന് സങ്കീർത്തകൻ പറയുന്നു. ഭൗമികമായ ഈ സമൃദ്ധിക്ക് പിന്നിൽ പാപങ്ങൾക്ക് പരിഹാരം നൽകി നമ്മെ അവിടുത്തെ സന്നിധിയിൽ അടുപ്പിക്കുന്ന ആത്മീയമായ നന്മയുടെ ഒരു ഓർമ്മപ്പെടുത്തലുമുണ്ട് സഹോദരങ്ങളെ. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ നമ്മളെ തന്നെ ബലിയായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ഒരു പുതിയ സൃഷ്ടിയായി നമ്മെ മാറ്റുന്ന ദൈവത്തിന് നന്ദി പറയുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും വേണം. നന്ദി ബലിയാണ് ഏറ്റവും ഉചിതമായ ബലി. കൃതജ്ഞതാ ബലിയാണ് ഏറ്റവും ഉചിതമായ ബലി എന്ന് പിതാവായ ദൈവം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ 65-ാം സങ്കീർത്തനം പുതിയ നിയമത്തിൽ യേശുവിൽ പൂർണ്ണത കണ്ടെത്തുന്നു. പാപങ്ങൾ ക്ഷമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ അടുപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുമ്പോൾ ഈ ക്ഷമ പൂർണ്ണമായും നമുക്ക് നേടിത്തന്നത് കർത്താവായ യേശുവിൻ്റെ കുരിശിലെ ബലിയാണ്. എഫേസ്യർ 2:13. പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ തൻ്റെ തിരുരക്തത്താൽ അടുപ്പിച്ചത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായാണ്. സങ്കീർത്തനത്തിൽ വിവരിക്കുന്ന പ്രപഞ്ചത്തെ ഭരിക്കുന്ന ശക്തി ഈശോയുടെ പ്രവൃത്തികളിലും നമുക്ക് കാണുവാൻ സാധിക്കും. കടലിനെ ശാന്തമാക്കിയും ജനക്കൂട്ടത്തെ ഭയവിഹ്വലരാക്കിയും അവിടുന്ന് തൻ്റെ ശക്തി പ്രഭാവത്തെ വെളിപ്പെടുത്തി. വിളവെടുപ്പിനെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചതും സങ്കീർത്തനത്തിലെ സമൃദ്ധിയെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ യേശുവിലൂടെയാണ് നമ്മുടെ പാപമോചനവും ദൈവത്തിൻ്റെ നന്മ നിറഞ്ഞ സന്നിധിയിലുള്ള സന്തോഷവും പൂർണ്ണമായി നമുക്ക് ലഭിക്കുന്നത്, ഇതിനു മുമ്പ് ലഭിച്ചത്. യേശുവാണ് നമ്മുടെ വഴി, യേശു മാത്രമാണ് നമ്മുടെ സത്യം, യേശു മാത്രമാണ് ജീവൻ്റെ ഉറവിടം.
കർത്താവായ യേശുവാണ് നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം തയ്യാറെടുക്കുമ്പോൾ ഈ കാത്തിരിപ്പിൽ 65-ാം സങ്കീർത്തനം നമുക്കൊരു കർമ്മ പദ്ധതി നൽകുന്നുണ്ട്. എ പ്രാക്ടിക്കൽ പ്ലാൻ, എ പ്രാക്ടിക്കൽ സ്കീം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയഭക്തിയോടെ നിൽക്കാം. അവിടത്തേക്ക് സ്തുതികളും നേർച്ചകളും അർപ്പിക്കാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് അവയ്ക്ക് പരിഹാരം തേടാം. ദൈവത്തിൻ്റെ പാതകൾ സമൃദ്ധി ചൊരിയുന്നത് പോലെ നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ നന്മയാൽ നിറയും. തീർച്ച. പാപം ചെയ്തെന്ന് തിരിച്ചറിയുമ്പോൾ നിരാശപ്പെടാതെ അവിടുന്ന് പാപങ്ങൾക്ക് പരിഹാരം നൽകുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് മനസ്തപിച്ച് അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വരിക. അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു. അവിടുത്തെ കൃപയുടെ നദി ഒരിക്കലും വറ്റാത്തതിനാൽ നമുക്കെപ്പോഴും ധൂർത്തപുത്രനെ പോലെ അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി വരാൻ കഴിയും. പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരികെ വരുമ്പോൾ നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹത്താൽ സമൃദ്ധമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മഹത്വകരമായ വരവിനായി നമുക്ക് തയ്യാറെടുക്കാം. ആ പ്രഭാതം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. പ്രാർത്ഥന കേൾക്കുന്ന, പാപങ്ങൾക്ക് പരിഹാരം നൽകുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ സമൃദ്ധമാക്കുന്ന പിതാവായ ദൈവത്തിൽ വിശ്വസിച്ച് ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ നേരവും നന്ദിയോടെയും സന്തോഷത്തോടെയും നമുക്ക് ജീവിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെയും പ്രതീക്ഷയുടെയും കിരീടമണിയാം. ലോകാവസാനത്തിൽ അവിടുന്ന് വിളവെടുപ്പ് നടത്തുന്നത് പോലെ അവിടുത്തെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടാൻ നമ്മെ തന്നെ വിശുദ്ധിയിൽ ഒരുക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണാമയനായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് കരുണയായിരിക്കണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല, അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ. ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം വിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ. നാഥ, ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ. കർത്താവെ, അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. അവിടുത്തെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവേ. കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.